അച്ഛന് ഈ പറഞ്ഞ സംഗീതം നന്നായിട്ട് പാടുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ആവാൻ പറ്റത് എന്റെ മകനിലൂടെ ആവണം എന്ന് ആഗ്രഹിക്കുക. എല്ലാ പാരന്റ്സും അങ്ങനെയാണല്ലോ. അതൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛന്റെ മനസ്സിൽ. അതുണ്ടായിരുന്നു. അത് ഞാൻ ജനിക്കുമ്പോ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ വിളിച്ചിട്ട് അമ്മനോട് പറഞ്ഞു എങ്ങനെ അവൻ പാടുന്നുണ്ടോ. അപ്പോ അമ്മ പറഞ്ഞ് ഇല്ല, അവൻ ചെറിയ വാവലായിരുന്നു, അവൻ കരച്ചിലുണ്ട്, ഭയങ്കര ക്രാന്നുള്ള ഒരു കരച്ചിലുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞ മറുപടി എന്താന്ന് വെച്ചാല് അതിപ്പോ ദാസ് സാറൊന്നും ജനിക്കുമ്പോഴേ അമ്മിങ് പാടിയിട്ടൊന്നും എല്ലാവരും വരുന്നതാണ്. അങ്ങനെ അച്ഛൻ പറഞ്ഞു. അങ്ങനെ നോക്കാൻ പറഞ്ഞു. ഇനിയിപ്പൊ അവൻ നന്നായിട്ട് പാടുന്നതിൽ ഞാൻ അവൻ എല്ലായിടത്തും കൊണ്ടുപോകുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതേ ഉണ്ടായിരുന്നു ജനിച്ചപ്പോ തന്നെ. എനിക്ക് 4 വർഷം ശേഷമല്ലേ നിങ്ങൾ കാണുന്നത്, അച്ഛൻ കാണുന്നത്. അതിനൊരു സന്തോഷം. അച്ഛൻ പറയാറുണ്ടോ ആദ്യം 4 വർഷം ശേഷം കാണുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് അച്ഛൻ പറയാറുണ്ടോ? വലുതായപ്പോ പറഞ്ഞു തരാറുണ്ടോ കഥകളൊക്കെ? ഞാൻ അച്ഛൻ എയർപോർട്ടിൽ വരുമ്പം അച്ഛൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ ഇവരൊന്നും കാണുന്നില്ല. ഫസ്റ്റ് അച്ഛൻ എന്ന് പറഞ്ഞത് ഞാനാണ്. അപ്പോ അച്ഛനും അമ്മയും കൂടി നമ്മളെല്ലാരും ഒരുമിച്ചിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. ഭയങ്കര ഇങ്ങനെ സ്കൈപ്പിലൂടെ ആയിരുന്നല്ലോ അന്നേരം വരെ കാണുന്നത്. ഭയങ്കര ബോണ്ടായിരുന്നു. അന്ന് പാടിക്കൊടുക്കും അച്ഛൻ ദുബായിലുള്ള സമയത്ത്, മോനെ ഈ പാട്ട് പാടിത്താന്നൊക്കെ പറഞ്ഞു. ചില സമയത്ത് പാടിക്കൊടുക്കും, പിന്നെ പോയി കളിക്കും. എന്നാൽ അച്ഛന് പാടിക്കൊടുക്കാൻ ഒരു മൊമെന്റ് മനസ്സ് കാണിക്കാറുണ്ട്. എനിക്ക് ആ സ്റ്റേജിൽ പാടി അച്ഛൻ അന്ന് സർപ്രൈസ് ആയിട്ട് വന്നപ്പോ ഒരു പാടിയ വരിയുണ്ടല്ലോ, അതെനിക്കൊന്ന് കേൾക്കണം എന്നുണ്ട് ആ പാട്ട്. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമിന്നച്ഛനെയാണെനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമിൻ അച്ഛനെയാണെനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകുവിടർത്തുമിന്നച്ഛൻ, പുഞ്ചിരിച്ചിറകുവിടർത്തുമിന്നച്ഛൻ. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമിൻ അച്ഛനെയാണെനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഓ അടിപൊളി. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ സത്യത്തിൽ ഒരു പ്രൗഡ് ഫാദർ ആണ്. കാരണം അല്ലേ, അച്ഛന്റെ ആ ഒരു വലിയ ആഗ്രഹം, അത് പറഞ്ഞ ടൈറ്റിൽ വിന്നർ ആയിട്ട് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നേരിട്ട് കാണുമ്പോൾ ഒരു ഫീല് ഭയങ്കരമായിരിക്കും.